ചേട്ടൻ ആദ്യം ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. ആ ജേർണലിസം എന്നുള്ള മേഖല ഉപേക്ഷിച്ച് പിന്നീട് സ്പിരിച്വാലിറ്റിയിലേക്ക്. ഇപ്പോൾ അൾട്ടിമേറ്റായിട്ട് എന്താണ് റോജൻ ബാബാജി? എന്തിലേക്കാണ് ചേട്ടൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ഈ സ്പിരിച്വൽ മേഖലയിലോട്ട് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ചോദ്യം ഇതായിരുന്നു: നീ എന്ത് ചെയ്യാനാണ് കാലെടുത്ത് വെക്കുന്നത്? നീ എന്തിനാണ് സ്പിരിച്വൽ ആവുന്നത്? നമ്മൾ കണ്ണടച്ചിരിക്കുന്നത് കൊണ്ടോ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടോ ഈ ലോകത്തിനൊരു ഗുണമില്ല. എന്നാൽ ഈ ലോകത്തിൽ ഗുണം ചെയ്യേണ്ടത് ഞാനുമല്ല, അത് ഓരോരുത്തരുടെ കർമ്മമാണ്. ഓരോരുത്തരുടെ വിശ്വാസവും ഓരോരുത്തരുടെ കർമ്മബന്ധങ്ങളാണ് അവനവൻ്റെ ഗുണം. അല്ലാതെ ഞാൻ ഈ മനുഷ്യർക്ക് എല്ലാവർക്കും സഹായിക്കാനോ ഗുണം ചെയ്യാനോ വന്നിരിക്കേണ്ടവനല്ല. പക്ഷേ എങ്കിൽ പോലും എനിക്കത് ചെയ്യേണ്ട കടമയില്ലേ? ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും എനിക്കുണ്ട്. കാരണം എന്താ, ഒരു പക്ഷേ ഒരു റിയാലിറ്റി മനസ്സിലാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആ ഒരു ബ്രെയിൻ്റെ എക്സ്പാൻഷൻ സംഭവിക്കാത്ത പല മനുഷ്യർക്കും നമ്മുടെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഒരു പക്ഷേ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാൽ ഒരു പക്ഷേ അതായിരിക്കാം ലക്ഷ്യം. കുറേ പ്രാർത്ഥിച്ചു, കുറേ മെഡിറ്റേഷൻ ചെയ്തു. ഞാൻ എന്തിന് ഇതെല്ലാം ഉപേക്ഷിക്കണം? ഞാനിതെല്ലാം ഉപേക്ഷിച്ച് എന്തിന് ഈ സ്പിരിച്വൽ മേഖലയിലോട്ട് കടന്നു വരണം? കാരണം കേരളത്തിലാണ് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ, ഒരുപാട് കളിയാക്കലുകൾ, ഒരുപാട് പരിഹാസങ്ങൾ, ഒരുപാട് അലിഗേഷൻസ്, ഒരുപാട് വളരെ മോശമായിട്ടുള്ള ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ. എന്ത് വേണമെങ്കിലും എൻ്റെ ലൈഫിൽ എനിക്ക് സംഭവിക്കാം. എനിക്കറിയാം ഞാൻ എവിടെ നിൽക്കണമെന്ന്. ചിലപ്പോൾ കേസുകൾ വരാം എൻ്റെ പേരിൽ. അത് ചിലപ്പോൾ ഒരു പക്ഷേ പീഡന കേസ് വരാം, സാമ്പത്തിക കേസ് വരാം, ഏറ്റവും മോശമായൊരു കണ്ടീഷൻ എനിക്ക് വരാം. കാരണം എന്താ, ഈ മേഖല എന്ന് പറയുന്നത് സത്യങ്ങൾ വിളിച്ച് പറയുന്നവനെ ഒതുക്കി കളയുന്ന മേഖലയാണ്. അതിനകത്ത് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഒതുക്കി കളയാൻ പറ്റുന്ന ഒരുപാട് മെത്തേഡ് നമുക്കുണ്ട്. ഏതൊരു മനുഷ്യരെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അവരെ ഒതുക്കിയിട്ടുണ്ട്. കാരണം എന്താ, ഈ മേഖലയിലെ ചില സത്യങ്ങൾ ഞാൻ വിളിച്ച് പറയുന്നു. അത് പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ശല്യപ്പെടുത്തുന്നുണ്ട്. എന്ത് തന്നെ ആയാലും എന്നെ സംരക്ഷിക്കുന്ന, എൻ്റെ കൂടെയുള്ള ആ വിശ്വസിക്കുന്ന അതെന്താണോ എനിക്ക് തരുന്നത് അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഓക്കെ, എൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നതാണ് ഈ കേരളത്തിലെ ഏറ്റവും നല്ല കാര്യം. എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, ആ ജോലി എടുത്തിട്ട് ഒരു അടിച്ചു പൊളിച്ചൊരു പോസ്റ്റ് ലൈഫ് ജീവിക്കാം. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. തിരിച്ച് ചിന്തിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടുകാരുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും ഒരു കോമാളിയാവും. സ്പിരിച്വാലിറ്റിയോ സോളുകളോ നെഗറ്റീവ് എനർജിയോ പിന്നെ തലയ്ക്ക് എന്താ പ്രാന്തോ? ഈ 21ാം നൂറ്റാണ്ടിലിരുന്ന് ഇതൊക്കെ പറയാൻ എന്ത് ദൈവങ്ങൾ? ഇവിടെ ദൈവങ്ങൾ എവിടെ? ഇവിടെ ദൈവങ്ങളൊന്ന് കാണിച്ചതാ. ഈ ചോദ്യങ്ങളെല്ലാം എനിക്കറിയാം. ഇതെല്ലാം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോ നിമിഷം മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു അനുഭവതലോ. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അനുഭവിക്കേണ്ട ഒന്നാണ്. അങ്ങനെ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളിൽ ഓത്തുണ്ട്. അതിലൊന്നാണ് അമ്മ എന്ന് പറയുന്ന വാക്ക്. അമ്മ എന്ന് പറയുന്നത് ഓരോ മക്കൾക്കും അമ്മമാർ വ്യത്യസ്തരാണ്. ചില മക്കൾക്ക് അവരുടെ അമ്മമാർ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര സ്നേഹവും ഭയങ്കര കെയറും, ഒരു തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ ഏറ്റവും പൊതിഞ്ഞ്, ഈശ്വരൻ പോലും ഒരു മനുഷ്യനെ സ്നേഹിക്കാത്തതിനേക്കാളും കൂടുതൽ അമ്മയ്ക്ക് സ്നേഹിക്കാൻ പറ്റും, ഈശ്വരനേക്കാളും കൂടുതൽ. എന്നാൽ ചില അമ്മമാർ വളരെ പ്രശ്നമാണ്. കുഞ്ഞുങ്ങളുടെ ജീവിതം ചവിട്ടിയടിക്കുന്ന അമ്മമാരുണ്ട്. അമ്മ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയെയും സംബന്ധിച്ചിരിക്കും അമ്മ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥവും അതിൻ്റെ ആഴവും. എൻ്റെ അമ്മയല്ല മറ്റുള്ളവരുടെ അമ്മ, അല്ലേ? അപ്പോൾ അമ്മ എന്ന് പറയുന്ന വാക്കിൽ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അമ്മ എന്ന് പറയുന്ന വികാരത്തിൽ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അമ്മ എന്ന് പറയുന്ന ഓരോരുത്തരുടെ അനുഭവം, അച്ഛനും അമ്മയും ഓരോരുത്തരുടെ അനുഭവം. എന്ന് കരുതി എല്ലാ അമ്മമാരും മോശമല്ല, എല്ലാ അമ്മമാരും നല്ലതുമല്ല. ഇത് തന്നെയാണ് സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി എന്താണെന്ന് അനുഭവിക്കണം. ഓരോ വ്യക്തികൾക്കും സ്പിരിച്വാലിറ്റി നെഗറ്റീവ് ആവും, ഓരോ വ്യക്തികൾക്കും സ്പിരിച്വാലിറ്റി ഭയങ്കര പോസിറ്റീവ് ആവും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മെഡിറ്റേഷനിൽ എനിക്കൊരു നിർദ്ദേശം ലഭിക്കുന്നു: നീ ഇത് ചെയ്യണം. ഏത് ചെയ്യണം? നിൻ്റെ മുന്നിൽ കുറേ മനുഷ്യർ വരും. അവരെല്ലാവരും ജീവിതത്തിൻ്റെ ഏറ്റവും വേസ്റ്റായ കണ്ടീഷനിൽ വരുന്ന മനുഷ്യരായിരിക്കും. അവരെ നിനക്ക് ചേർത്ത് നിർത്തേണ്ടത് നിൻ്റെ കടമയാണ്. ഞാൻ ചിന്തിച്ചത് എന്തിന് എൻ്റെ കടമയാവുന്നത്? ഞാൻ മെഡിറ്റേഷൻ സ്റ്റേറ്റിലാണ്, അതെന്തിനാണ് എൻ്റെ കടമയാവുന്നത്? ഞാൻ എന്തിന് ചേർത്ത് നിർത്തണം? അവർക്ക് ഭാര്യയുണ്ട്, അവർക്ക് മക്കളുണ്ട്, അവർക്ക് അച്ഛനുണ്ട്, അവർക്ക് അമ്മയുണ്ട്, അവർക്ക് നാട്ടുകാരുണ്ട്, അവർക്ക് ബന്ധുക്കാരുണ്ട്, അവർക്ക് എല്ലാവരും ഉണ്ട്. എനിക്ക് ആരുമില്ലാതെ ഞാൻ ജീവിക്കുന്ന ഒരുത്തൻ, ഞാൻ എങ്ങനെയാണ് ഇവരെല്ലാം ചേർത്ത് നിർത്തുന്നത്? നിനക്ക് ആരുമില്ലാതായത് അതിൻ്റെ വാല്യൂ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഈ വരുന്ന ആളുകൾ എന്താണെന്ന് പൂർണ്ണമായിട്ടും നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ ആ അവസ്ഥയിലൂടെ കടന്നു പോയാൽ മാത്രമേ നിനക്ക് മനസ്സിലാവുള്ളൂ. മരിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നവൻ്റെ മാനസികാവസ്ഥ നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ ആ അവസ്ഥയിലൂടെ നിരന്തരം കടന്നുപോയൊരു വ്യക്തിയായിരിക്കണം. അങ്ങനെ കടന്നുപോയൊരു വ്യക്തിയാണെങ്കിൽ അകലെ നിന്ന് നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ആ വ്യക്തി സൂയിസൈഡ് ടെൻഡൻസിയിലാണ് നിൽക്കണമെന്ന്. ഇത് നിൻ്റെ അനുഭവമാണ്. നീ ഇതുവരെ അനുഭവിച്ചതെല്ലാം ഇനി നിനക്ക് പ്രവർത്തിക്കേണ്ട നിൻ്റെ അനുഭവങ്ങളാണ് എന്ന സന്ദേശം ലഭിക്കുന്നു.
ഞാൻ എന്ത് ചെയ്യണം? അത് നീ ഒന്നും ചെയ്യണ്ട. മെഡിറ്റേഷൻ കുറേ നാൾ ചെയ്ത് നമുക്ക് സോൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടാവും. നമ്മുടെ തന്നെ ചൈതന്യം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ കമ്മ്യൂണിക്കേഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പുറത്ത് പറയാൻ പാടില്ല ശരിക്കും ഈ കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെ ഞാൻ പറയാം. ശരി, ആശ്രമം എന്നൊരു പ്രോജക്റ്റ് ഞാൻ എന്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗായത്രി ചോദിച്ചില്ലേ? എൻ്റെ ലക്ഷ്യം, എൻ്റെ പ്രോജക്റ്റ്, എൻ്റെ ആശ്രമം എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് ഞാനാണ്. ആ പ്രോജക്റ്റ് എൻ്റെ ലൈഫാണ്. ആ പ്രോജക്റ്റ് എൻ്റെ കണ്ണുനീരാണ്. ആ പ്രോജക്റ്റ് എൻ്റെ ഇല്ലായ്മകളാണ്. ആ പ്രോജക്റ്റ് എൻ്റെ പെയിനാണ്. എൻ്റെ റോജിൻ ബാബാജിയാണ് ആ പ്രോജക്റ്റ്. കാരണം ഞാൻ കടന്നു വന്ന വഴികളിലൂടെ കടന്നുപോയ മനുഷ്യർക്കുള്ള പ്രോജക്റ്റാണ്. അത് ബിസിനസ്സല്ല. ബിസിനസ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇതെന്താ ആശ്രമം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗായത്രി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്ത്യയിൽ അങ്ങറ്റം വരെ ഇങ്ങറ്റം വരെ സൗഹൃദമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. കേരളത്തിൽ സൗഹൃദമുള്ള വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ സമയത്ത് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം. ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. അന്ന് എൻ്റെ കൂടെ എനിക്ക് പട്ടിണി ഇരുന്ന് എൻ്റെ പട്ടിയാണ്. ആ പട്ടി എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയ പട്ടിയാണ്. ആ പട്ടിയാണ് എൻ്റെ കൂടെ ഇരുന്നത്. പൈസ ഇല്ലാത്തപ്പോഴും ഭക്ഷണം ഇല്ലാത്തപ്പോഴും ഒരു കൂടി ബിസ്ക്കറ്റ് വാങ്ങിച്ച് ഞാനും എൻ്റെ നായയും കൂടി ഒരുമിച്ച് കഴിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമുണ്ട്. എവിടെയാണ് സ്പിരിച്വാലിറ്റി കിടക്കുന്നത്? എവിടെയാണ് ഈശ്വരൻ കിടക്കുന്നത്? നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ എവിടെ ഓടിച്ചില്ലും? ഒരു മനുഷ്യൻ എവിടേക്ക് ഓടിച്ചില്ലും? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മരിക്കണോ ജീവിക്കണോ? ഇത് മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും നമുക്കതിനൊരു ഉത്തരം വേണ്ടേ? ഒരു കൺഫർമേഷൻ വേണ്ടേ? കൺഫർമേഷൻ ഇല്ല. ഗായത്രി ഇന്ന് ഞാനിത് പറയുമ്പോഴും ഇത് അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാം ഉണ്ടായിട്ടും ആരുമില്ലാത്ത അവസ്ഥ. കയ്യിൽ പൈസ ഉണ്ടായിട്ട് ഒരു നേരത്തെ ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്ത അവസ്ഥ. കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ആരുമില്ലാത്ത അവസ്ഥ. അച്ഛനും അമ്മയും ഉപദ്രവിക്കുന്ന, ഇനി അച്ഛനും അമ്മേനും ഓവർ കെയർ ആയാലും ടോക്സിക് ആയാലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിൻ്റെ വക്കിൽ മരിക്കാൻ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ നിരന്തരം ദിവസവും കാണുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് ഞാനിത് പറയുമ്പോഴാണ് എനിക്ക് അന്ന് കിട്ടിയ, വർഷങ്ങൾക്ക് മുന്നേ കിട്ടിയ സന്ദേശത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നത്. അന്ന് നിന്നെപ്പോലെയുള്ള കുറേ മനുഷ്യർ നിൻ്റെ അടുത്ത് വരും. അന്ന് നീ അവരെ ചേർത്ത് നിർത്തണമെന്ന് അന്ന് പറഞ്ഞത് എനിക്ക് ഇന്ന് മനസ്സിലാവുന്നുണ്ട്. എന്താണ് എനിക്ക് സന്ദേശം എന്നാണ്. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ പോലും എത്രയോ മനുഷ്യരെയാണ് ആത്മഹത്യയിൽ നിന്ന് പുറത്തു നിർത്തി. എൻ്റെ കഴിവല്ല, ഞാൻ എന്നെ പറ്റി പറയുന്നതല്ല പറയുന്നത്. ഭഗവാൻ, എൻ്റെ കൂടെയുള്ള ദേവി, എൻ്റെ ഭഗവാന്റെ ചൈതന്യത്തെ പറ്റി ഞാൻ പറയുന്നത്. എത്രയോ മനുഷ്യരെ പുറത്ത് കിടത്തുന്നത്, എത്രയോ മനുഷ്യർ, നല്ല മനുഷ്യർ. ദുഷ്ടന്മാരൊരിക്കലും മരിക്കില്ല. അവരാരെങ്കിലും പറ്റിച്ച് ജീവിക്കാനേ ശ്രമിക്കുള്ളൂ. ഈ മനുഷ്യരെല്ലാവരും എന്ത് ചെയ്യണം? നമ്മൾ സയൻറ്റിഫിക്കലി ആണോ? നിങ്ങൾ കൊണ്ടുപോയി ചികിത്സിക്കൂന്നേ. ഇവിടെ ആര് പറഞ്ഞു വേണ്ടാന്ന്? ഞാൻ തരാം. സൈക്കാട്രി ഡോക്ടർമാർക്ക് ഞാൻ തരാം പേഷ്യൻസിന്. എൻ്റെ അടുത്തോട്ട് വരുന്ന പൈസ ഇല്ല നിങ്ങളുടെ കയ്യിൽ. നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ട. ഒരു നേരത്തെ മരുന്ന് വാങ്ങാനോ ഒരു നേരത്തെ വണ്ടിക്കാശ് കൊടുത്തിട്ട് നിങ്ങളുടെ അടുത്തോട്ട് ഡെയിലി കൺസൾട്ടേഷൻ വരാൻ അവരുടെ പൈസ ഇല്ല. അവരെന്ത് ചെയ്യണം? എത്തിസ്റ്റുകൾ എടുത്തോ, കൊണ്ടുപോക്കോ. മനുഷ്യർ ജീവിച്ചാൽ മതി. അവർക്കും കുടുംബമുണ്ട്, അവർക്ക് അച്ഛനുണ്ട്, അവർക്ക് അമ്മയുണ്ട്, അവർക്ക് സഹോദരങ്ങളുണ്ട്, അവർക്ക് മക്കളുണ്ട്. എത്രയോ സ്ത്രീകൾ, എത്രയോ പുരുഷന്മാർ, എത്രയോ കുഞ്ഞുങ്ങൾ, എത്ര പ്രായമായ ആളുകൾ ചതിയും വഞ്ചനയും വേദനയും എല്ലാം ജീവിക്കുന്നത്. ഞാൻ തരാം. നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റുകൾ ഉണ്ടോ? നിങ്ങൾ വാ, ഞാൻ തരാം. നിങ്ങൾ അവരുടെ ജീവിതത്തിലോട്ട് കൊണ്ടുപോവാ. ഇവിടെ സ്പിരിച്വൽ ആണെന്നോ ഇവിടെ സയൻറ്റിഫിക് ആണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. എന്നെ സംബന്ധിച്ചിട്ട് ഈ മനുഷ്യരെ രക്ഷപ്പെടുത്തിയാൽ മതി. അത് ഞാൻ രക്ഷപ്പെടുത്തുകയോ കേൾക്കുന്നവർ രക്ഷപ്പെടുത്തുകയോ ഗായത്രി രക്ഷപ്പെടുത്തുകയോ ആര് വേണമെങ്കിലും രക്ഷപ്പെടുത്തിക്കോ, ഒരു കുഴപ്പമില്ല. അവിടെ മനസ്സിലാവുന്നുണ്ടോ? ഇവർ രക്ഷപ്പെടണം, അത്രയേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് സയൻറ്റിഫിക്കായിട്ട് നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ മെഡിസിൻ കൊടുക്കുക, നിങ്ങൾ മെഡിസിൻ കൊടുക്കുക. നിങ്ങൾ തെറാപ്പി ചെയ്യാൻ പറ്റുന്ന തെറാപ്പി ചെയ്യും. പക്ഷേ ഇവിടെ ആരുമില്ല. നമ്മളിങ്ങനെ ഇരുന്ന് പറയുമ്പോഴും സ്പിരിച്വാലിറ്റിനെ കുറ്റം പറയുന്ന ആൾക്കാരുള്ളൂ. എന്താണ് സ്പിരിച്വാലിറ്റി? ഒന്നുമില്ലാത്തവന് എന്തോ ഉണ്ടെന്നുള്ള തോന്നൽ മാത്രമാണ് സ്പിരിച്വാലിറ്റി. ആ ഒന്നുമില്ലാന്നുള്ള തോന്നൽ പോലും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ മരിക്കുന്നേ, അവൻ പോയി. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ശിവനും ഭഗവാനും ദേവിയും എല്ലാം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ എന്തോ ഉണ്ടെന്ന് നമ്മൾ ആദ്യം ചിന്തിച്ച് അത് പിന്നീട് നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന ഒരു അവസ്ഥയാണ് സ്പിരിച്വാലിറ്റി. ആ എനർജിയാണ് സ്പിരിച്വാലിറ്റി. ഇത് ആരോട് പറയണം? നമുക്ക് ബന്ധങ്ങളിൽ, നമുക്ക് സ്നേഹങ്ങളിൽ, നമുക്ക് സൗഹൃദങ്ങളിൽ നിൽക്കുമ്പോൾ ഒന്നുമില്ലാത്തവൻ്റെ ബുദ്ധിമുട്ട് കണ്ടാൽ മനസ്സിലാവില്ല. അപ്പം നമുക്ക് സ്പിരിച്വാലിറ്റി പുച്ഛമായിട്ടും സ്പിരിച്വാലിറ്റി നമുക്ക് കളിയാക്കലായിട്ടൊക്കെ തോന്നും. മനസ്സിലാവുന്നില്ല? ഈ അവസ്ഥയിലൂടെ കടന്നു പോകണം. പൈസ മുടക്കില്ലാത്ത ഒരു സമാധാനം കിട്ടുന്നൊരു സ്ഥലം പറഞ്ഞാൽ ലുലു കയറുന്നതിന് കൊടുക്കണോ പൈസ? ഒരു പാർക്കിൽ പോകുന്നതിന് പൈസ കൊടുക്കണോ? എന്നാൽ പള്ളിയിലും അമ്പലങ്ങളിൽ പോയിരിക്കുന്നതിന് പൈസ കൊടുക്കണോ? വേണ്ടല്ലോ. അവരെവിടെയെങ്കിലും പോയിരിക്കട്ടെ. എന്തിനാ ഇതിൻ്റെ ആവശ്യം? ഇനി സ്പിരിച്വൽ മേഖലയിൽ തട്ടിപ്പും വെട്ടിപ്പുണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഏത് മേഖലയില്ലാത്ത? രാഷ്ട്രീയത്തിലില്ലേ? ഡോക്ടേഴ്സിൻ്റെ ഇടയിലില്ലേ? എല്ലാ പ്രൊഫഷണൽ മേഖലയിലും തട്ടിപ്പും വെട്ടിപ്പുണ്ട്. അത് ഓരോ മനുഷ്യൻ്റെ മാനസികാവസ്ഥ. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രോജക്റ്റ് ആശ്രമം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്ഥലത്ത് ഒരു അമ്പലവും ഒരു ഈ പറയുന്ന മെഡിറ്റേഷൻ സെൻറ്ററും എല്ലാം കൂടി അടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. ഇത് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു രൂപയില്ല ഗായത്രി. ഇതൊന്നും ചെയ്യാനുള്ള അവസ്ഥയോ ഞാൻ ബിസിനസ്സുകാരനോ അല്ല. ഇതൊന്നും ചെയ്യാനൊന്നും. ഏതെങ്കിലും മനുഷ്യർക്ക് സന്ദേശം ലഭിക്കും.
ഏതെങ്കിലും മനുഷ്യർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സന്ദേശം ലഭിക്കുമ്പോൾ ആ മനുഷ്യൻ എൻ്റെ അടുത്ത് വരും, ഇന്നാ ഞാൻ നിങ്ങളുടെ കൂടെ ഈ പ്രോജക്റ്റിൽ നിൽക്കാം. ₹1 ചിലവില്ലാത്ത പ്രോജക്റ്റിനെ പറ്റി പറയുന്നത് എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റിന് ചിലവുണ്ട്. അവിടുത്തെ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസത്തെ പ്രോജക്റ്റാണ്, 7 ദിവസത്തെ പ്രോഗ്രാമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തോട് മല്ലടിക്കുന്ന, നിങ്ങൾക്ക് പോകാനൊരു ഇടമില്ലാത്ത, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത, മരിക്കുമെന്ന് പറഞ്ഞ് ഉറപ്പിച്ച് നിൽക്കുന്ന മനുഷ്യരുണ്ട്. അവർക്ക് കടന്നു വരാനുള്ള സ്ഥലം അത്. അവർക്ക് കടന്നു വരാം. 7 ദിവസം നിങ്ങൾക്ക് അവിടെ താമസിക്കാം. സൗജന്യ ഭക്ഷണം, സൗജന്യ ട്രീറ്റ്മെൻറ്റ്. ഞാൻ മാത്രമല്ല, ഡോക്ടേഴ്സ് ഉണ്ടാവും, സൈക്കോളജിസ്റ്റുകളുണ്ടാവും, എല്ലാവരും അടങ്ങിയ വലിയൊരു പാനൽ അവിടെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടാവും. മാനസികമായിട്ടുള്ളത് മാത്രമാണ് പറയുന്നത്, വേറെ ചികിത്സാ രംഗത്തോളൊന്നും അല്ല പറയുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തോട്ട് നിങ്ങൾക്ക് വരാം. കൃത്യമായ പ്ലാനിങ് അവിടെ ഉണ്ടാവും. നിങ്ങൾ കൃത്യമായി ഫോണെല്ലാം മാറ്റി വെച്ച് അവിടെ നിൽക്കണം. എന്നിട്ട് നമ്മൾ പറയുന്ന മെഡിറ്റേഷൻ, നമ്മൾ പറയുന്ന തെറാപ്പീസ് എല്ലാം അറ്റൻഡ് ചെയ്ത് 7 ദിവസം നിങ്ങൾക്ക് സൗജന്യമായിട്ട് അവിടെ താമസിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഇറങ്ങിപ്പോകാം. 7 ദിവസം കൊണ്ട് അവർ ജീവിതത്തിലോട്ട് കടക്കും. ഗായത്രി, ആ 7 വേറെ ഒന്നുമില്ല. സമാധാനമായിട്ട് ഒരു 3-4 മണിക്കൂർ ഒരു ദിവസം കിടന്ന് ഉറങ്ങിയാൽ മാറുന്ന പ്രശ്നങ്ങളുള്ളവരുണ്ട്. ആ ഉറങ്ങാൻ പോലും സ്ഥലമില്ല. ഒരു നേരത്തെ ഭക്ഷണം സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമില്ല. ഏത് വീട്ടിലെ പല വീടുകളിലും ഒരു നേരത്തെ ഭക്ഷണം സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞ വലിയ സ്പിരിച്വാലിറ്റി വീട്, നോർമൽ ലൈഫാണ് പറയുന്നത്. കഴിവുണ്ടായിട്ടും അവഗണിക്കപ്പെടുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ കൂടെയുള്ളത്. അവരുടെ കോൺഫിഡൻസ് തകർത്ത് കളയുന്ന, അവരുടെ വിശ്വാസത്തെ, അവരുടെ കഴിവുകൾ ഇല്ലാണ്ടാക്കി കളയുന്ന എത്ര സമൂഹത്തിലെ ആൾക്കാർ നിൽക്കുന്നത്. എപ്പോഴും ഒതുക്കപ്പെടുന്നത് നല്ല മനുഷ്യരാണ്, കളിയാക്കപ്പെടുന്നത് കഴിവുള്ളവരാ. മനസ്സിലാവുന്നില്ല? അല്ലാതെ കഴിവില്ലാത്തവരൊന്നും നമുക്ക് കളിയാക്കാൻ പറ്റില്ല. കഴിവുള്ളവരെ കളിയാക്കാൻ പറ്റുള്ളൂ. ആ കഴിവുള്ളവരെ കളിയാക്കുമ്പോഴാണ് അവർക്ക് വേദന വരുന്നത്. ആരെങ്കിലും വേണ്ടേ? ആശ്രമം എന്ന പ്രോജക്റ്റ് അതാണ്. 7 ദിവസം സൗജന്യമായിട്ട് നിങ്ങൾക്ക് അവിടെ താമസിക്കാം. നിങ്ങൾക്ക് എൻ്റെ മെഡിറ്റേഷൻ എടുക്കാം. നിങ്ങൾക്ക് കൃത്യമായി സപ്പോർട്ട് കിട്ടും. എല്ലാ ലെവലും നിങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങി നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാം. നിങ്ങൾ എന്താണെന്നും, നിങ്ങളുടെ ഉള്ളിലെ ചൈതന്യം എന്താണെന്നും, നിങ്ങളുടെ ഉള്ളിലെ സ്പിരിച്വൽ പവർ എന്താണെന്നും നിങ്ങൾക്ക് ഞാൻ കണ്ടെത്തി തരും. നിങ്ങളാണ് ചെയ്യുന്നത്, ഞാനല്ല. നിങ്ങളുടെ ഈശ്വരനാണെങ്കിൽ ഈശ്വരൻ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ദൈവത്തെ പ്രൊമോട്ട് ചെയ്യേണ്ട കടമയൊന്നും നമുക്കില്ല. ദൈവമാണ് വലുത്, ദൈവമാണ് സൂപ്പർ എന്നല്ല. ദൈവം നമ്മുടെ ഉള്ളിലിരിക്കുന്ന അത് തന്നെയാണ് വലുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഇതാണ് വലുത്, അതാണ് വലുത്, ഇതാണ് പറഞ്ഞു. അത് ബിസിനസ്സാണ്. ദൈവത്തെ പറ്റി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ബിസിനസ്സാണ്. മനസ്സിലാകുന്നത്? കാരണം നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിസിനസ്സുകാരാണ് നാഴിക്ക് 40 തൊട്ട് ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കാത്ത വ്യക്തിയാണ്. ആശ്രമം എന്ന പ്രോജക്റ്റ് അതാണ്. അത് വലിയൊരു പ്രോജക്റ്റാണ്. അത് നടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പൂർണ്ണമായിട്ട് എൻ്റെ സൗജന്യ സേവനം ഞാൻ അതിലോട്ട് കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കുന്നതാണ്. അതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ അതിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പറ്റുന്ന ആരെങ്കിലൊക്കെ എൻ്റെ മുന്നിലോട്ട് വരും. അവർ വരുമ്പോൾ അവരുമായിട്ട് ചേർന്ന് ഈ പ്രോജക്റ്റ് നടക്കും. ഒരു തരിയുള്ള ബിസിനസ്സല്ല, ഈ മനുഷ്യരെ പുറത്ത് കടത്തുക, അത് വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറ്റുക, ഏറ്റവും സമാധാനമായിട്ട് മരിക്കാൻ പോകുന്ന മനുഷ്യരെ ചേർത്ത് നിർത്തുക. കാരണം അതെൻ്റെ കടമകളിൽപ്പെട്ടതാണ്, അതെൻ്റെ ഉത്തരവാദിത്തമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം. അതിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ഉത്തരവാദിത്തമാണ്. സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഇപ്പോൾ ബാബാജി ചെയ്യാൻ പോകുന്നത്. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.